Hi students, so we will be discussing some of the questions related to the IPR. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്കുള്ളത് വാട്ട് ഇസ് എ പ്രൊവിഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫാക്ടറീസ് ആക്ട് ഫോർ റിഗാർഡിംഗ് ദ ആനുവൽ ലീവ്സ് വിത്ത് വേജസ് ആ ഒരു കൺസെപ്റ്റാണ്. സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം ഇത് കണ്ടിട്ടുള്ളതുമാണ്. ഓക്കെ, സോ സ്റ്റഡി ദിസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഐ വിൽ ട്രൈ ടു ഗീവ് ഇറ്റ് ഇൻ എ ഷോർട്ട് മീനിങ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം അത് നിങ്ങളുടെ വേർഡ്സിലായിട്ട് എഴുതാം. അപ്പം നേരത്തെയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സേഫ്റ്റി ഓഫ് വർക്കേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷനും അതുപോലെ കുറച്ച് ടേംസും ആയിരുന്നു. സോ ഇഫ് എനിബഡി ഹാവ് മിസ്ഡ് ദാറ്റ് വീഡിയോ പ്ലീസ് ഗോ ടു ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വേർ വി വിൽ യു ക്യാൻ ഫൈൻഡ് ദ ലിങ്ക് ഫോർ ദ പ്ലേലിസ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് ലിങ്ക് എടുക്കുക, ലേറ്റസ്റ്റ് വീഡിയോസ് കണ്ടു നോക്കുക. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ സെഷൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് നമ്മുടെ ആനുവൽ ലീവ് റിഗാർഡിങ് അല്ലെങ്കിൽ വിത്ത് വേജസ് എന്ന കൺസെപ്റ്റിലുള്ള പ്രൊവിഷൻസ് എന്താണ്? അതിലെ ഫസ്റ്റ് പ്രൊവിഷൻ ഇതാണ്. എവറി വർക്കേഴ്സ് ഹൂ ഹാവ് വർക്ക്ഡ് ഫോർ എ പീരീഡ് ഓഫ് 240 days ഓർ മോർ ഇൻ എ ഫാക്ടറി. 240 ദിവസം അത് കൂടുതൽ വർക്ക് ചെയ്ത ഒരാളുണ്ട് കലണ്ടർ ഇയറിലെങ്കിൽ അയാൾക്ക് ഇതേപോലെയുള്ള ലീവ് വിത്ത് വേജസ് എന്ന കൺസെപ്റ്റ് കിട്ടും. ഇഫ് ഹി ഈസ് എൻ അഡൾട്ട് ഫോർ എവറി 20 days ഓഫ് വർക്ക് ഹി പെർഫോം ഹി വോണ്ട് ടു ഗെറ്റ് 1 ലീവ് വിത്ത് വേജസ്. ഇഫ് ഹി ഈസ് എ ചൈൽഡ്, ഒരു ചൈൽഡിനാണെങ്കിൽ 15 ദിവസത്തിൽ ഒരു ദിവസമാണ് അവിടെയുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളുടെ ഫസ്റ്റ് റിലേറ്റഡ് ടു ദ ആനുവൽ ലീവ് വിത്ത് വേജസ്. ഇതാണ് ഫസ്റ്റ് പ്രൊവിഷൻ. അപ്പോൾ 240 ദിവസമോ അതിൽ കൂടുതലോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്, അയാളൊരു അഡൾട്ടും ആണെങ്കിൽ ഫസ്റ്റ് 20 days അയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു ആനുവൽ ലീവ് വിത്ത് വേജ് കിട്ടണം. ഇനി ചൈൽഡ് ആണെങ്കിലോ 15 ദിവസം അയാൾ വർക്ക് ചെയ്താണെങ്കിൽ അതിന് ശേഷം 1 day കിട്ടിയിരിക്കണം. ഇതാണ് ഫസ്റ്റ് പ്രൊവിഷൻ. അതിൻ്റെ നമ്മൾ ഇൻ എക്സ്പ്ലനേഷൻ ഒന്നും പോകുന്നില്ല. ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദീസ്. സോ ഇനി നമ്മളുടെ സെക്കൻഡ് പ്രൊവിഷനാണ്. എ വർക്കർ ഹൂ സർവീസ് കമൻസസ് അതർവൈസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ജാനുവരി ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ലീവ് വിത്ത് വേജസ് അറ്റ് ദ റേറ്റ് laid down in the clause or in the case he has worked for 2/3 of the total number of days in the remainder of the calendar year. അപ്പം ഒരു ഫസ്റ്റ് ഡേ ഓഫ് ജനുവരിയിൽ കയറിയ ഒരാളാണെങ്കിൽ അവിടെയും നമുക്ക് ഈ ഒരു ആനുവൽ വേജസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ഹി ഹാസ് വർക്ക് ഫോർ 2/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, ആ ഒരു കലണ്ടറിൽ 2/3 years അയാൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അയാൾക്ക് ആനുവൽ ലീവ്സിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എ സെക്കൻഡ് വൺ. തേർഡ് വൺ ഇസ് ഇഫ് എ വർക്കർ ഇസ് ഡിസ്ചാർജ് ഓർ ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. ഒരു സർവീസിൽ നിന്ന് അയാൾ വിട്ടു പോവുക, ഒന്നെങ്കിൽ ഡിസ്മിസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഡിസ്ചാർജ് പീരീഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ അയാൾ ക്വിറ്റ് ചെയ്തു, വോളണ്ടറി എടുത്ത് പോകും, അല്ലെങ്കിൽ അത് 60 years ഓ 56 years ബേസ്ഡ് ഓൺ ദാറ്റ് സൂപ്പർ അന്വേഷൻ വന്നു, എന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് വന്നു, അല്ലെങ്കിൽ അതിന് മരിച്ചു. ഇങ്ങനെയുള്ള പല കേസിലും നമുക്ക് ആ ഒരു കമ്പനിയെ വിട്ടു പോവാം. അങ്ങനെയുള്ള കേസിൽ ഹിസ് ഓർ ഹർ ഹെയർ ആൻഡ് നോമിനി, ഒരു പിൻഗാമി ഉണ്ടാവുമല്ലോ, ഹെയർ അല്ലെങ്കിൽ ഒരു നോമിനി ഉണ്ടല്ലോ, അവർക്ക് ഇതിൻ്റെ ഈ ലീവ്സ് എത്ര ലീവ്സ് ഉണ്ടോ ആനുവൽ ലീവ്സ് ഉണ്ടോ വിത്ത് വേജസ് അതിൻ്റെ ഒരു കോമ്പൻസേഷനായിട്ട് വേജസിൽ ആഡ് ചെയ്ത് കൊടുക്കും. എത്ര ലീവ് ഉണ്ടോ അത് ക്വാണ്ടം ഓഫ് ലീവിനനുസരിച്ച് ഈ എമൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഹെയറിലേക്ക് ഈ ഒരു എമൗണ്ട് എത്തിക്കുക. സോ ദാറ്റ് ഈസ് ദ തേർഡ് പ്രൊവിഷൻ. Fourth one is in calculating the leave under this session, the fraction of leave of half a day or more shall be treated as 1 full day leave and fraction of less than half a day shall be omitted. അപ്പം ഇതിൻ്റെ ലീവ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഹാഫ് ഡേ എടുത്തിട്ടുള്ളൂ. ഹാഫ് ഡേയും ഒരു ഇച്ചിരി കൂടെ ഒരു ഫുൾ ഡേ അല്ല ഹാഫ് ഡേയും അല്ല എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിലോ ദാറ്റ് വിൽ ബി കൺസിഡർ ടു ബി എ ഹാഫ് ഡേ. പക്ഷേ ഹാഫ് ഡേക്കാളും കുറവ് നമ്മൾ ലീവ് എടുത്തിട്ടുള്ളെങ്കിൽ അതിനെ നമ്മൾ കൺസിഡറേ ചെയ്യുന്നുണ്ടാവില്ല. ദാറ്റ് ഇസ് അനദർ പ്രൊവിഷൻ. ദാറ്റ് ഈസ് ഒരു 45 minutes ഒക്കെ വന്നു എന്ന് ചോദിച്ചോ, അപ്പം നമ്മളത് ഹാഫ് ഡേന്ന് എടുക്കുകയുള്ളൂ. ബട്ട് 15 minutes വന്നെങ്കിലോ അങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കുന്നേ ഇല്ല, ലീവ് ആയിട്ടേ നമ്മളത് കൂട്ടുന്നില്ല. ദാറ്റ് ഇസ് എ ഫോർത്ത് പ്രൊവിഷൻ. ഫിഫ്ത്ത് വൺ ഇസ് ഇഫ് എ വർക്കർ ഡസ് നോട്ട് ഇൻ എനി one calendar year take the whole of the leave allotted to him under the subsection or the subsection 1 or subsection 2 as the case may be, any leave not taken by him shall be added to the leave to be allowed to him in the succeeding calendar year. ഇപ്പോൾ ഒരു വർഷം ഇത്രത്തോളം ലീവുകൾ ഉണ്ടാവും, ആനുവൽ ലീവ് വിത്ത് വേജസ് നമുക്ക് ഫിക്സ്ഡ് ആണ്. ആ ലീവ് അയാൾ എടുത്തിട്ടില്ലെങ്കിൽ എന്താ അടുത്ത വർഷത്തേക്ക് ഉള്ള ആനുവൽ ലീവ് പ്ലസ് വേജസിലേക്ക് ഇത് ആഡ് ഓൺ ആകും എന്നാണ് ഈ ഒരു പ്രൊവിഷനിൽ
പറഞ്ഞിരിക്കുന്നത്. സോ പ്രൊവൈഡഡ് ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ലീവ് that may be carried forward to the succeeding shall not exceed the 30 in the case of an adult or 40 in case of a child. ഇപ്പം നമ്മൾ അഡൾട്ടിനും ചൈൽഡിനും ലീവ് കിട്ടുന്ന കൺസെപ്റ്റ് പറഞ്ഞു 15 ദിവസവും 20 ദിവസവും ആയ, പക്ഷേ അത് 40 30 കൂടുതലാവരുത്. അപ്പോൾ ഇങ്ങനെ ലീവ് വന്ന് 40 ലീവ്സിൽ കൂടുതൽ ഒരു വർഷത്തെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ഫുള്ളി ആഡ് ചെയ്യുന്നില്ല, 40 വരെ കൂട്ടുകയുള്ളൂ മാക്സിമം. ഇപ്പം ഒരു ചൈൽഡിന് കഴിഞ്ഞ വർഷത്തെ ഒരു 60 ലീവ് ഉണ്ടെങ്കിൽ അത് 60ഉം നമ്മൾ അടുത്ത വർഷത്തിലേക്ക് ആഡ് ചെയ്യുന്നില്ല, ഓൺലി 40 വിൽ ബി ആഡഡ്. അതേപോലെ അഡൾട്ട് ആണെങ്കിലോ ഒരു 50 ഡേയ്സ് ലീവ് ഉണ്ട് ലാസ്റ്റ് ഇയർ എങ്കിൽ അടുത്ത വർഷത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ 50 ഫോർവേഡ് ചെയ്യില്ല, ഓൺലി 30 വിൽ ബി ഫോർവേഡഡ്. സോ ദിസ് ഇസ് ദ 5th clause or the provision for annual leave. 6th one is a worker may at a time apply in writing to the manager of a factory not less than 15 days before the day on which he wishes his leave to begin to take all the leave or any portion thereof allowable to him during the calendar year. അപ്പം ഇങ്ങനെ ഒരാൾക്ക് ആ ഒരു ലീവ് അപ്ലൈ ചെയ്യണം ഒരു വർക്കറിനെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ 15 ദിവസം മുമ്പ് ലീവ് വേണ്ടതിന് 15 ദിവസം മുമ്പ് നമ്മളത് നമ്മളുടെ മാനേജറിനെ അറിയിച്ചിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ അത് അയാൾക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. സോ പ്രൊവൈഡ് ദാറ്റ് ദ ആപ്ലിക്കേഷൻ shall not be made less than 30 days before the date on which the worker wishes his leave to begin. ലീവ് തുടങ്ങുന്നതിന് ഒരു 30 ഡേയ്സ് 15 ഡേയ്സ് 30 ഡേയ്സ് ഉള്ള ടൈം ഉള്ള രീതിയിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് പ്രൊവിഷൻ. Next one is if a worker wants to avail himself of the leave with wages due to him to cover a period of illness, he shall be granted such leave even if the application for leave is not made within the time specified in the subsection 6. And in such a case, the wages are admissible under section 81 shall be paid no later than the 15 days or in the case of public utility service not less than 30 days from the day of submission application of ലീവ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 15 ദിവസം 30 ദിവസം എന്ന കണക്കുണ്ട് അല്ലേ, 30 ദിവസമോ 15 ദിവസത്തിന് മുമ്പ് നമ്മൾ മാനേജറിനെ അറിയിച്ചിരിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള ലീവ് നമുക്ക് വേണ്ടത് എന്തെങ്കിലും അസുഖം കൊണ്ടാണെന്ന് വിചാരിച്ചു. ആനുവൽ ലീവ് വിത്ത് വേജസ് വേണം, പക്ഷേ അസുഖം കാരണമാണ്. അങ്ങനെയുള്ള കേസിൽ ഈ ഒരു 30 ഡേയ്സിന് മുമ്പ് 15 ദിവസം മുമ്പ് അറിയിക്കണം, അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. അവർക്ക് 15 ദിവസം 30 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു എമൗണ്ട് കിട്ടും, അവരുടെ വേജസ് കിട്ടും. പക്ഷെ അത് മുമ്പേ അറിയിക്കണം എന്നില്ല, ബിക്കോസ് ഇൽനെസ് കൊണ്ടാണെങ്കിൽ. That is another provision. Next one is for the purpose of ensuring the continuity of work, the occupier or the manager of the factory, in agreement with the works committee of the factory constituted under Section 3 of the Industrial Dispute Act or a similar community constituted under any of the act, or if there is no such committee or any similar committees in the factory, in agreement with the representatives of the workers thereby chosen in the prescribed manner, may indulge with the chief inspector a scheme in writing whereby the grant of leave allowable under this session may be regulated. ഇപ്പം ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആനുവൽ ലീവ് വിത്ത് വേജസ് എടുത്ത് പോയി കഴിഞ്ഞാൽ വർക്ക് സ്റ്റോപ്പ് ആവും. അതൊരിക്കലും മാനേജർ സമ്മതിക്കാൻ പാടില്ല, വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, എപ്പോഴും കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു ലീവിനെ പറ്റിയിട്ട് ലീവ് ആവശ്യമുണ്ട് എന്നത് നമ്മൾ ആരെ അറിയിച്ചിരിക്കണം, ചീഫ് ഇൻസ്പെക്ടറിനെ അറിയിച്ചിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ വർക്ക്സ് കമ്മിറ്റി ഉണ്ടാവാം, ചിലപ്പോൾ വർക്ക്സ് കമ്മിറ്റി ഉണ്ടാവില്ല, അതേപോലെയുള്ള ഏതെങ്കിലും കമ്മിറ്റി ഉണ്ടാവാം, ഉണ്ടാകില്ല. അപ്പോൾ അത് എന്ത് കേസിലാണെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചീഫ് ഇൻസ്പെക്ടറിനെ അറിയിച്ചിരിക്കണം. ബിക്കോസ് വി കാൺ സ്റ്റോപ്പ് ദ വർക്ക് ഇൻ ബിറ്റ്വീൻ, ഒരു പ്രൊഡക്ഷൻ നിർത്തിവെക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ. ദാറ്റ് ഇസ് ദ 8th provision. 9th one is a scheme lodged under the section 8 shall be displayed at some conspicuous or convenient place in the factory and shall be in force for a period of 12 months from the date on which it came into force, and thereby be renewed with or without modification for the further period of 12 months at the time by the manager in agreement with the works committee or a similar committee, or the case may be in agreement with the representatives of the workers as specified in the Section 8, and a notice of renewal shall be sent to the chief inspector before it is renewed. അപ്പോൾ ഇനി എന്തെങ്കിലും റിന്യൂവൽ വേണം സ്കീംസിൽ 12 മന്ത്സിന് അനുസരിച്ച് നമ്മൾ എന്താ റിന്യൂവൽ ചെയ്യണം. അപ്പോൾ ഈ റിന്യൂവലിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ചീഫ് ഇൻസ്പെക്ടറിലേക്ക് അറിയിച്ചിരിക്കണം. അതർവൈസ് വി കാൺ ഹാവ് സച്ച് ലീവ്സ്. അപ്പോൾ അങ്ങനെ ഓരോ വർക്കേഴ്സിൻ്റെയും ലീവ് റിന്യൂ ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് also to be communicated to the chief inspector. That is the 9th clause or 9th provision. 10th one is an application for leave which does not contravene the provision of subsection 6 shall not be refused unless refusal is in accordance with the scheme for the time
being in operation under subsection 8 and 9. ഇപ്പം ഒരിക്കലും നമ്മൾ സബ്സെഷനിലെ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്കത് ആ ഒരു ആപ്ലിക്കേഷൻ തള്ളിക്കളയാൻ പറ്റത്തില്ല. ബിക്കോസ് ദിസ് is mandatory to give such kind of leaves to the public. അല്ലെങ്കിൽ ആ ഒരു വർക്കറിന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാനുള്ള അവകാശവും ഇല്ല. Then if the employment of a worker who is entitled to leave under subsection 1 and 2, as the case may be, is terminated by the occupier before he has taken the entire leave to which he is entitled, or if applied for and have not been granted such leave, the worker quits his employment before he takes a leave, the occupier may pay him the amount payable under the section 80 in respect of the leave not taken, and such payment shall be made where the employment of worker is terminated by the occupier before the expiry of the second working day after such termination, and where worker who quits on or before the next pay day. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ലീവിന് അപ്ലൈ ചെയ്തു, പക്ഷേ ലീവിൽ അപ്ലൈ ചെയ്തു, ലീവ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിന് അപ്രൂവൽ കിട്ടുന്നതിന് മുമ്പ് നമ്മളെ ഒക്കുപ്പയർ, ദാറ്റ് ഈസ് അവർ മാനേജർ, നമ്മളെ ടെർമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ കമ്പനി വിട്ട് പോകുന്നു. ഈ രണ്ട് കേസിലും നമുക്ക് ആ ഒരു ലീവിൻ്റെ പൈസ കിട്ടിയേ തീരുള്ളൂ. ബിക്കോസ് വി ഹാവ് ബീൻ ഗ്രാൻറ്റഡ് ദ ലീവ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പറഞ്ഞു വിടുകയാണ്, ആ എംപ്ലോയി ലീവ് എടുക്കാനെന്ന എംപ്ലോയിനെ പറഞ്ഞു വിടുകയാണെങ്കിൽ സെക്കൻഡ് വർക്കിംഗ് ഡേക്കുള്ളിൽ ആ ഒരു എമൗണ്ട് കൊടുത്തിരിക്കണം. അതല്ല വർക്കർ തന്നെ നിർത്തിയിട്ട് പോകുന്നതാണെങ്കിൽ നെക്സ്റ്റ് പേ ഡേക്കുള്ളിൽ നമ്മൾ നെക്സ്റ്റ് പേ ഡേ ഉണ്ടാവുമല്ലോ നെക്സ്റ്റ് മന്തിൽ, അതിന് മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ അടച്ചു തീർക്കണം എന്നതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ 11th provision. And the 12th one is, the unavailed leave of the worker shall not be taken into consideration in computing the period of any notice required to be given before discharge or dismissal. ഇപ്പം വർക്കറിൻ്റെ അൺഅവെയിൽഡ് ആയിട്ടുള്ള ലീവ് ഉണ്ടെന്ന് വെച്ചോ, അത് നമ്മൾ ഷാൽ നോട്ട് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതൊരിക്കലും നമ്മൾ ഈ ഒരു ഇതിലേക്ക് പീരീഡ് ഓഫ് നോട്ടീസിലേക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബിക്കോസ് അൺഅവെയിൽഡ് ആണ്, അത് സമ്മതിച്ചിട്ടില്ല, അവെയിൽ ചെയ്തിട്ടുള്ള ലീവല്ല, അൺഅവെയിൽഡ് ആണ്. അതാണ് ലാസ്റ്റ് പ്രൊവിഷനായിട്ട് വരുന്നത്. സോ these are the provisions related to the annual wages with the annual leave with wages. അപ്പോൾ ഓൾമോസ്റ്റ് 12 പ്രൊവിഷൻസ് ഉണ്ട്. ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, ബട്ട് റീഡ് ഇറ്റ് വൺസ് മോർ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ദീസ് ഓൾമോസ്റ്റ് 12 അതെ, സ്റ്റഡി അറ്റ്ലീസ്റ്റ് 10. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ച് നിങ്ങളുടെ വേർഡ്സിൽ തന്നെ എഴുതാവുന്നേ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളുണ്ട്. അപ്പോൾ അതിനകത്ത് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, വാട്ട് ആർ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ സ്ട്രൈക്ക് ലോക്കൗട്ട് ഒക്കെ എന്താ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആണ്. അതിലെന്തൊക്കെ പ്രൊവിഷൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്ട്രൈക്കും ലോക്കൗട്ട്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റുക, അതൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ദ സെക്ഷൻ 22 and 23 ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947 ഓൾസോ contain provisions for a general prohibition of strikes and lockout. സ്ട്രൈക്സ് ലോക്കൗട്ടും പ്രൊഹിബിറ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു സെഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് റിഗാർഡിംഗ് സ്ട്രൈക്ക്, ദ സെഷൻ 22(1) ഓഫ് ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രൊവൈഡ്സ് നോ പേഴ്സൺ എംപ്ലോയ്ഡ് ഇൻ ദ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ഷാൽ ഗോ ഓൺ സ്ട്രൈക്ക് ഇൻ ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട്. അപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ഉള്ളവർ പല കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഒരു സ്ട്രൈക്കിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. സോ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഇൻവോൾവ് ആകാതെ, സോ വിതൗട്ട് ഗിവിംഗ് ദ എംപ്ലോയർ നോട്ടീസ് ഓഫ് സ്ട്രൈക്ക് as from now on provided within 6 weeks before striking. ഇപ്പോൾ ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൽ ലൈക്ക് പോലീസ് സ്റ്റേഷൻ, പോലീസിൽ വർക്ക് ചെയ്യുന്നു, പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, ഒരു ടെലിഫോൺസിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ളവർക്ക് അതാണ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ്, അവരൊക്കെ ലീവ് എടുക്കുകയാണെങ്കിൽ, അവരൊക്കെ ഇതുപോലെ സ്ട്രൈക്സ് കൊണ്ടുപോകണമെങ്കിൽ അവർ നേരത്തെ എംപ്ലോയറിനെ അറിയിച്ചിരിക്കണം. വിത്തിൻ ദ 6 weeks, ബിഫോർ 6 weeks നമ്മൾ അറിയിച്ചിരിക്കണം നമ്മൾ സ്ട്രൈക്ക് ചെയ്യാൻ പോകാമെന്നുള്ള കാര്യം. അതർവൈസ് ദേ കാണ്ട്, പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് അല്ലേ, അപ്പം എന്നും പബ്ലിക്കിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് സ്ട്രൈക്കിലേക്ക് പോയാൽ അത് പബ്ലിക്കിനെ എഫക്റ്റ് ചെയ്യും, അതുകൊണ്ടാണ്. പിന്നെ വിത്തിൻ ദ 14 days ഓഫ് ഗിവിങ് സച്ച് നോട്ടീസ്, അപ്പം നോട്ടീസ് കൊടുക്കേണ്ടത് 40 days മുമ്പ് തന്നെ നമ്മൾ നോട്ടീസും കൊടുത്തിരിക്കണം. ആൻഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ ഡേറ്റ് ഓഫ് സ്ട്രൈക്ക് സ്പെസിഫൈഡ് ഇൻ എനി നോട്ടീസ് ആസ് പോസിബിൾ. അപ്പം ഒരു ഡേറ്റ് ഉണ്ട്, നമ്മൾ സ്ട്രൈക്ക് ഈ ദിവസം തൊട്ട് ഇതിനുള്ളിൽ എന്നാ പറയുക, അതിന് മുമ്പ് തന്നെ നമ്മൾ സ്ട്രൈക്സും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ദീസ് ആർ ദ പ്രൊവിഷൻ റിലേറ്റഡ് ടു ദ സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട് പ്രൊഹിബിഷൻ ഇൻ കേസ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്. ഇനി ഡ്യൂറിങ് ദ pendency of any conciliation procedure before a conciliation officer and 7 days after the conclusion of our proceedings. അപ്പോൾ അത് 4ാമത്തെ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും കൺസിലിയേഷൻ പ്രൊസീജിയേഴ്സ്, കൺസിലിയേഷൻ ഇസ് വൺ ഓഫ് ദ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതിന് കൺസിലേഷൻ പ്രൊസീജിയറുണ്ട്. ആ ഒരു കൺസിലേഷൻ ഓഫീസർ ഒരു കൺസിലേഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് 7 days ആഫ്റ്റർ ദ കൺക്ലൂഷൻ ഓൺലി വി ക്യാൻ ഹാവ് സച്ച് കൈൻഡ് ഓഫ് സ്ട്രൈക്സ്.
കൺസിലേഷൻ അവർക്ക് ബുദ്ധിമുട്ടാവരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് സ്ട്രൈക്സിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. സോ ദീസ് ആർ ദ പ്രൊവിഷൻസ്. ഇനി സെഷൻ 22(1) prohibits the ongoing strike by the workers except where above conditions are fulfilled. The issue of notice of strike is mandatory. എന്തായാലും സ്ട്രൈക്കിന് ആദ്യം നമ്മൾ അറിയിച്ചിരിക്കും, ഇഷ്യൂ ഓഫ് നോട്ടീസ് ഉണ്ടായിരിക്കണം. ആൻഡ് ദ ഡേറ്റ് ഓഫ് ദ സ്ട്രൈക്ക് മസ്റ്റ് ബി വിത്തിൻ ദ 6 weeks ഫ്രം ദ ഡേറ്റ് ഓഫ് സ്ട്രൈക്ക് നോട്ടീസ്. സ്ട്രൈക്ക് നോട്ടീസ് കിട്ടുന്നതിന് ഒരു 6 ആഴ്ച മുമ്പ് തന്നെ നമ്മളിത് ഡേറ്റ് ഫിക്സ് ചെയ്ത് അത് അറിയിച്ചിരിക്കണം. ദ ഡേ ഓഫ് സ്ട്രൈക്ക് മസ്റ്റ് നോട്ട് ബി വിത്തിൻ ദ 14 days ഓഫ് ദ ഡേ ഓഫ് നോട്ടീസ്. നോട്ടീസ് ഇട്ട് 14 daysനുള്ളിലല്ല, അതിനേക്കാളും ഡേയ്സ് എടുക്കണം. സോ ദർ ക്യാൻ ബി നോ സ്ട്രൈക്ക് ഓൺ എനി ഡേ ബിഫോർ ദ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ സ്ട്രൈക്ക് നോട്ടീസ് ആൻഡ് ദ സ്ട്രൈക്ക് ബൈ വർക്ക്മെൻ ഇൻ വയലേഷൻ ഓഫ് സെഷൻ 22 ഈസ് ഇല്ലീഗൽ. അപ്പം സ്ട്രൈക്ക് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് സ്ട്രൈക്ക് എന്ന്. അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോകുക. അതിന് മുമ്പോ പിൻപോ നമുക്ക് സ്ട്രൈക്ക് എടുക്കാൻ പാടില്ല. ഇനി സെഷൻ 222 ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് നോ എംപ്ലോയർ ഓഫ് എനി പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ഷാൽ ലോക്ക് ഔട്ട് എനി ഓഫ് ഹിസ് വർക്ക്മെൻ. അപ്പോൾ ഇതിടെ കുറച്ച് കണ്ടീഷൻസ് വെച്ച് നമുക്ക് ലോക്കൗട്ട്സ് അല്ലെങ്കിൽ സ്ട്രൈക്ക് ഔട്ട്സ് എടുക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിൽ ലോക്കൗട്ട്സ് കൺസെപ്റ്റ് ഒരിക്കലും പറ്റില്ല. നോ എംപ്ലോയി ഓഫ് ദ പബ്ലിക് യൂട്ടിലിറ്റി ഷാൽ ലോക്ക് ഔട്ട് എനി ഓഫ് ഇറ്റ്സ് workmen without giving them notice of lockout as wherein provided within the 6 weeks. നമ്മൾ നേരത്തെ പോലെ തന്നെ സ്ട്രൈക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നേരത്തെ അറിയിക്കണമല്ലോ 6 ആഴ്ച മുമ്പ്. അതേപോലെ ലോക്കൗട്ട്സിലും നമ്മൾ അറിയിച്ചിരിക്കണം. അതേപോലെ വിത്തിൻ ദ 14 days ഓഫ് ഗിവിംഗ് സച്ച് നോട്ടീസ് ആൻഡ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ ഡേറ്റ് ഓഫ് ലോക്കൗട്ട് സ്പെസിഫൈഡ്. പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഡേറ്റ്സ് കഴിഞ്ഞ് നമുക്ക് സ്ട്രൈക്ക് ലോക്കൗട്ട്സ് നടത്താൻ പറ്റില്ല. ആൻഡ് ലാസ്റ്റ് ഡ്യൂറിങ് ദ പെൻഡൻസി ഓഫ് ദി കൺസിലേഷൻ പ്രൊസീജിയർ. ആ പ്രൊസീജിയേഴ്സ് തീർന്ന 7 daysനുള്ളിൽ അപ്പോഴേ നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് ആണെങ്കിൽ ലോക്കൗട്ട്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. Thus, Section 22(2) of the Industrial Dispute Act prohibits employer to declare lockouts without complying with the above condition. Any lockout without compulsion is illegal. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രൈക്ക് പോലെ തന്നെയാണ് ലോക്കൗട്ട് വന്ന രണ്ടും ഇല്ലീഗലാണ് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ. So, where there is always in existence a strike or in case maybe the lockout in the public utility service, the notice of lockout or strike shall not be necessary, but the employer or the workman, as the case may be, shall intimation of such lockout or strike on the day on which it is declared to such authority as may be specified by the appropriate government, either generally or for a particular area or a particular class of public utility services. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ 6 week മുമ്പ് എന്ന കൺസെപ്റ്റൊക്കെ പറയുന്നുണ്ടെങ്കിലും അതുപോലെയൊന്നും അല്ല എപ്പോഴും നടക്കാറുള്ളത്. മിക്കതും ആ ദിവസം എന്നാണോ സ്ട്രൈക്ക് ചെയ്യാൻ പോകണത്, എന്നാണോ ലോക്കൗട്ട് ചെയ്യുന്നത്, അന്ന് രാവിലെ ആയിരിക്കും നമ്മൾ ഇൻഫോം ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഗവൺമെൻറ് എന്തെങ്കിലും പബ്ലിക് യൂട്ടിലിറ്റി സർവീസസിലെല്ലാം മാറ്റങ്ങൾ വരുത്താറാണ് കണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് there is always an existence of strike. The notice of lockout is not necessary if there is already an existence of lockout, and the notice of strike is not necessary. In such case, the parties concerned have to send intimation of lockouts or strikes to such authority as may be specified in the behalf of the appropriate government of the date it is ഡിക്ലെയർഡ്. അപ്പം ഇവിടെയും നോട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ടീസ് എന്തായാലും വേണമെന്ന് പറഞ്ഞു. പക്ഷേ ചില കേസിൽ നോട്ടീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരില്ല. ഒരു ഇൻറ്റിമേഷൻ മെയിൽ കൊടുത്താൽ മതിയായിരിക്കും. ഒരു ഇൻറ്റിമേഷൻ അറിയിക്കണം, ഞങ്ങൾ ഈ പറഞ്ഞ ദിവസം നമ്മൾ സ്ട്രൈക്ക് നടത്തുക എന്നുള്ളത് നമ്മുടെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കണം. സോ ദിസ് ഈസ് എ പ്രൊവിഷൻ റിഗാർഡിംഗ് ഹൗ ടു കൺട്രോൾ മെക്കാനിസം ഓഫ് ദി സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്സ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിലെ പല സെഷൻസിലും മെയിൻലി സെഷൻ 22, 23 22(1), 22(2) ഒക്കെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ദിസ് യു ക്യാൻ റൈറ്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഓക്കെ, സോ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദ പ്രൊവിഷൻ ഇൻ ദ ഫാക്ടറി റിലേറ്റഡ് ടു ദ ആനുവൽ ലീവ് വിത്ത് വേജസും അതുപോലെ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട് ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്റ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് ഓൾ ഹാവ് അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ വിൽ ഷൂൺ മൈ നമ്പർ ഹിയർ. ദിസ് ഇസ് മൈ നമ്പർ. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ until then, thank you and please subscribe to the channel to get the videos on the notes. അപ്പോൾ നമ്മളുടെ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യുന്നതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ബാക്കിയുള്ള ഇനിയുള്ള സെമസ്റ്റേഴ്സിൽ നമ്മൾ ഇതേപോലെ നോട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ടാവും. സോ പ്ലീസ് subscribe to the channel and stay tuned and thank you for watching. Have a nice day.